ദൈവാസ്തിക്യം തെളിയിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു തെളിവാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇൽമുൽ കലാമിൽ അവതരിപ്പിച്ച തെളിവ് എന്ന നിലക്കാണ് ഈ കലാം എന്ന വേർഡ് തന്നെ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് കോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിൽ എന്താണ് പറയുന്നത്? ഒരർത്ഥത്തിൽ ശറഹുൽ അഖായിദൊക്കെ ഈ തെളിവാണ് പ്രഥമമായും പ്രപഞ്ച സൃഷ്ടാവിനെ തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എത്ര മൈന്യൂട്ടായി സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടെ എത്ര വലിയ ഭൂതകണ്ണാടി വെച്ച് നോക്കിയാലും യാതൊരു പോറലും കുറവുകളും കാണിക്കാൻ കഴിയാത്ത വിധം യുക്തിഭദ്രമാണ് ഈ തെളിവ് എന്നാണ് നമ്മൾ പറയുക. എന്താണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്? ചുരുക്കി അതിൻ്റെ ആകത്തുക പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഫിലോസഫിക്കൽ ടേം വെച്ച് അല്ലെങ്കിൽ അതിനെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, രണ്ട് പ്രിമേസുകൾ, രണ്ട് ആമുഖങ്ങൾ, മുഖദ്ദിമകൾ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഒരു റിസൾട്ട്, കൺക്ലൂഷൻ അല്ലെങ്കിൽ നതീജ നമ്മുടെ വാദം സമർത്ഥിക്കുന്നത്. ഞാൻ വ്യത്യസ്ത ലാംഗ്വേജ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അറബി അറിയുന്നവർക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാകാനും ഇംഗ്ലീഷ് ടേം ഉപയോഗിച്ച് പഠിച്ച ആളുകൾക്ക് ഇതിൻ്റെ അറബി കൂടി മനസ്സിലാക്കാനും വേണ്ടിയാണ്. കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിന്റെ ഫസ്റ്റ് രണ്ട് പ്രിമേസുകൾ എന്ന് പറയുന്നത് ദി യൂണിവേഴ്സ് ബിഗാൻ ടു എക്സിസ്റ്റ് അഥവാ അൽ ആലമു ഹാദിസുൻ, ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നതാണ്. ഒന്നാമത്തെ പ്രിമേസ്, ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ആമുഖം. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്, ഈ മഹാപ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. എപ്പോഴായാലും വേണ്ടില്ല, ബിഗാൻ ടു എക്സിസ്റ്റ്, ഇത് നിലവിൽ വരുന്നതിനൊരു തുടക്കമുണ്ട്. അഥവാ പ്രപഞ്ചം മുമ്പ് ഇല്ലായിരുന്നു, പിന്നീട് ഉണ്ടായതാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എവറിത്തിങ് ബിഗാൻ ടു എക്സിസ്റ്റ് ഹാസ് എ കോസ്, അഥവാ കുല്ലു ഹാദിസിൻ ലഹു മുഹദിസുൻ, തുടക്കമുള്ള എന്തിനും ഒരു തുടക്കക്കാരൻ വേണം. ഒരു സാധനം തുടങ്ങുകയാണെങ്കിൽ അതിനെ തുടങ്ങി വെക്കുന്ന ഒരാൾ വേണം. അതിനെ പുതുതായി ഉണ്ടായ വസ്തുവാണെങ്കിൽ പുതുതായി ആ വസ്തുവിനെ ഉണ്ടാക്കിയ ഒരു നിർമ്മാതാവ് വേണം എന്ന് ചുരുക്കം. അല്ലെങ്കിൽ ഉണ്ടാകാനുള്ളൊരു കാരണക്കാരൻ വേണം. സിമ്പിളായിട്ട് അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ രണ്ട് സെന്റൻസുകൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്, ഓക്കെ, തുടക്കമുള്ള എന്തിനും ഒരു കാരണം വേണം, കാരണക്കാരൻ വേണം എന്നാണെങ്കിൽ ഈ രണ്ട് ആമുഖങ്ങളെ കൂട്ടിച്ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന കൺക്ലൂഷൻ, നതീജ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് ഒരു നിർമ്മാതാവുണ്ട് അല്ലെങ്കിൽ ഒരു കാരണമുണ്ട്. പ്രപഞ്ചം ഉണ്ടാകാനുള്ള ഒരു കാരണക്കാരനുണ്ട് എന്നാണ് നമുക്ക് നതീജ ലഭിക്കുക. അൽ ആലമു ലഹു മുഹ്ദിസുൻ, ഈ ആലമിനെ നിർമ്മിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരാളുണ്ടാകും, അല്ലെങ്കിൽ ഇതിനുണ്ടാക്കിയ ഒരാൾ വേണം. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നിർമ്മാതാവ്, സൃഷ്ടാവ്, അത് പ്രപഞ്ചത്തിൽപ്പെട്ടതാവാൻ പറ്റില്ലല്ലോ, അത് അതിനെ തന്നെ സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ പ്രപഞ്ചാതീതനായ എന്തോ ഒന്നായിരിക്കണം ആ സൃഷ്ടാവ്. ഈ സൃഷ്ടാവിനെ അല്ലെങ്കിൽ ഈ കോസ്, ഈ കാരണക്കാരനെയാണ് നമ്മൾ സൃഷ്ടാവ്, അള്ളാഹു അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ വിളിക്കുന്നത്. ആ ടേമുകളിലൊക്കെ നമുക്ക് പിന്നീട് കടന്നു വരാം. അപ്പോൾ പ്രപഞ്ചാതീതനായ, പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ടതല്ലാത്ത എന്തോ ഒരു കോസ് പ്രപഞ്ചത്തിന് വേണം എന്ന് പറയുന്നതാണ് ഈ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിന്റെ ആകത്തുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ രണ്ട് ടേമുകൾ ശരിയാണെങ്കിൽ തീർച്ചയായും മൂന്നാമത്തെ ഈ കൺക്ലൂഷനും ശരിയായിരിക്കും. അല്ലത് മന്ത്യത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഖിയാസ് നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ടേമുകളെയും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതിനെ രണ്ടിനെയും ഒരാൾക്ക് അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഒരാൾക്ക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്തമാറ്റിക്കലി ഒരു സാധനത്തെ ചോദ്യം ചെയ്യുമ്പോൾ താഴേക്ക് ഇറങ്ങി ഒന്ന് തെളിയിക്കുന്ന രീതി പറഞ്ഞു. ഇതുപോലെ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ
പ്രാഥമികമായിട്ട് പറയാനുള്ളത് പ്രപഞ്ചം പരിവർത്തനങ്ങൾക്ക് വിധേയമാണ്. അൽ ആലമു മുത്തഗയ്യിർ കിതാബുകളിലൊക്കെ വളരെ ചെറിയ ക്ലാസ്സുകളിലെ പഠിക്കുന്നൊരു ഉദാഹരണമാണ്. പ്രപഞ്ചം പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നതാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന എന്തിനും അതിൻ്റെ മുമ്പ് അതിനൊരു കാരണം ഉണ്ടാവും. ഇങ്ങനെ മാറ്റം ഉണ്ടാകാൻ ഒരു കാരണക്കാരുണ്ടായിട്ടുണ്ടാവും. വെറുതെ ഒരു സാധനം താനെ മാറുകയില്ലല്ലോ. ഒരവസ്ഥയിൽ നിന്ന് ഒരു വടി ഇങ്ങനെ നിൽക്കുകയാണ്, കുത്തനെ നിൽക്കുന്ന വടി. കുറേ കാലം കഴിഞ്ഞപ്പോൾ താനെ ആ വടി വെറുതെ അങ്ങ് വീണു ഒരു ദിശയിലേക്ക്. ഇതൊരിക്കലും സംഭവിക്കുകയില്ല. കുറേ ദിവസം കുത്തനെ നിന്ന ഒരു ഇരുമ്പ് വടിയാണെന്ന് സങ്കല്പിക്കുക. ആ ഇരുമ്പ് വടി ഒരു ദിവസം താനെ വീഴുക അതൊരിക്കലും സാധ്യമല്ല. എന്തെങ്കിലും ഒരു കാരണം അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പക്ഷേ ഒരാൾ വന്ന് ഉന്തിയിട്ടതായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക് കാറ്റടിച്ചതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ആ ഇരുമ്പ് കമ്പി കുറേ അവിടെ നിന്നപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അല്പം നുരുമ്പിക്കുകയും അതിൻ്റെ ഉള്ളിൽ ചെറിയ പിന്നെ ബലം ശോഷിച്ചു പോയിട്ട് ഒരു സൈഡ്, അപ്പം എല്ലാ സൈഡിലേക്കും ചാഞ്ഞു. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാരണത്തിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം മാറ്റം സംഭവിക്കുന്ന വസ്തുക്കൾക്കൊക്കെ തുടക്കമുണ്ടായിരിക്കും എന്നതാണ് ഈ പ്രപഞ്ചം തുടക്കമുണ്ട് എന്ന് പറയാനുള്ള കാരണം. പ്രപഞ്ചം മാറ്റം സംഭവിക്കുന്നതാണ്, പരിണാമങ്ങൾ സംഭവിക്കുന്നതാണ്. പരിണാമങ്ങളും പരിവർത്തനങ്ങളും സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും തുടക്കമുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ദി യൂണിവേഴ്സ് ബിഗാൻ ടു എക്സിസ്റ്റ്, പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നതിന് എന്താ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഫിലോസഫിക്കലി അല്ലെങ്കിൽ മന്തിക്കലി നമ്മൾ തെളിയിക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്ത്? പ്രപഞ്ചം പരിവർത്തനങ്ങൾക്ക് വിധേയമാണ്. പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന എന്ത് വസ്തുവിനും തുടക്കം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്. ഇതാണ് ആകത്തുക പറഞ്ഞാൽ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾക്ക് ഇതിൻ്റെ എത്രയും ഉള്ളിലേക്ക് ഇറങ്ങി ചോദ്യം ചെയ്യാനും ഇതിൻ്റെ എത്ര വേണമെങ്കിലും ഗഹനമായി പഠനം നടത്താനും നമുക്ക് സാധിക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അടുത്ത സെഷനുകളിൽ ചർച്ച ചെയ്യാം. എന്താണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ തെളിവുകളെ മുഴുവനും നമുക്ക് അതിനേക്കാൾ ലളിതമായ സെൻറ്റൻസുകൾ കൊണ്ട് വിശദീകരിക്കാനും തെളിയിക്കാനും കഴിയും. ഈ തെളിവിൽ ചോദ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ ലളിതമായ മറ്റൊരു തെളിവുകൾ വെച്ച് അതിനെ സമർത്ഥിക്കാൻ കഴിയും. ഇങ്ങനെ ഇതിൽ പറയുന്ന നമ്മുടെ വാദഗതികളെ അവസാനം നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നതിന് 2 തെളിവുകൾ പറയും. ഈ തെളിവുകളെ ഗണ്ണിച്ചാൽ അതിനെ തെളിയിക്കാൻ പറ്റും അതിനേക്കാൾ ലളിതമായ തെളിവ്, അതിനെയും ഗണ്ണിച്ചാൽ അതിനേക്കാൾ ലളിതമായ തെളിവ്. ഇങ്ങനെ തെളിവുകൾ നമ്മൾ ലളിതമാക്കി അവസാനം ഇജ്തിമാഉൻ നഖീലൈൻ മുഹാലാണ്, ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ എന്നിടത്തേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കും. അപ്പം ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ അസംഭവ്യമാണ് എന്ന ലോജിക്കൽ ലോ അംഗീകരിക്കുന്ന ഏതൊരാളും തൊട്ടടുത്ത സ്റ്റെപ്പ് കൂടി അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പുകൾ ഇങ്ങനെ എല്ലാം അംഗീകരിക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. മാത്തമാറ്റിക്സ് എടുക്കുക. ഈ ലോജിക്കിന് മൊത്തത്തിൽ ഉദാഹരണം മാത്തമാറ്റിക്സിൽ ഉണ്ടാവും. ഇപ്പോൾ ഒന്നുകൂടി ലളിതമായൊരു ഉദാഹരണം, 3 ഗുണിക്കണം 40 ആൻസർ 120 എന്ന് നമുക്കറിയാം. 3 ഗുണിക്കണം 40 സമം 120. ഇത് നമ്മുടെ ഒരു വാദമാണ് എന്ന് സങ്കല്പിക്കുക. ഒരു വിഭാഗം ഇതിനെ വിമർശിക്കുന്നു, എതിർക്കുന്നു. 3 ഗുണിക്കണം 40 120 അല്ല 140 ആണെന്നോ അല്ലെങ്കിൽ 90 ആണെന്നൊക്കെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ നമുക്കത് തെളിയിക്കാൻ കഴിയും. അങ്ങനെ 3 ഗുണിക്കണം 40 അല്ലേ അയാൾക്ക് വിമർശിക്കുന്നത്. അപ്പം അതിൻ്റെ തൊട്ട് ലളിതമായ തൊട്ട് താഴത്തെ സ്റ്റെപ്പ് നമ്മൾ ചോദിക്കും, ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിക്കും. ഇപ്പം 40നെ വേണമെങ്കിൽ ലളിതമാക്കാൻ വേണ്ടി നമ്മൾ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് ഗുണിച്ച് നോക്കാം. 3 ഗുണിക്കണം 4 12 ആണല്ലോ. ഇത് അംഗീകരിക്കുമെങ്കിൽ ഒരു 0 കൂട്ടി കൊടുത്താൽ 120 ആകുമെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അംഗീകരിക്കാം. അപ്പോൾ 3 ഗുണിക്കണം 4 12 ആണെന്ന് സമ്മതിക്കൂലേ എന്ന് നമ്മൾ. അപ്പോൾ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൽ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആൻസറിൽ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഈ 2 സംഗതികൾ ചേർത്ത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? 3 ഗുണിക്കണം 40 സമം 120 എന്ന് തെളിയിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ നമ്മൾ തെളിയിക്കുക.
അപ്പം ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ അംഗീകരിക്കുന്ന ഒരാൾക്ക് ഈ ആൻസർ സ്വീകരിക്കാൻ നിർബന്ധിതനാകും. എന്നാൽ അയാൾ പറയാണ് 3 ഗുണിക്കണം 4 12 ആണെന്നുള്ളത് സമ്മതിക്കുകയില്ല എന്ന് ചോദിച്ചാൽ ആർക്കും അങ്ങനെയും പറയാം. അത് സമ്മതിക്കുകയില്ല, അത് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് തെളിയിച്ചു കൊടുക്കണം. 3 ഗുണിക്കണം 4 അഥവാ 4 കൂട്ടണം 4 കൂട്ടണം 4 സമം 12 എന്നതല്ലേ. ഇത് സമ്മതിക്കുമോ എന്ന് ചോദിച്ചു നോക്കാം. 4 + 4 + 4 സമം 12 ആണെന്ന് സമ്മതിക്കുമോ? ആണ്. ഇത് തന്നെയാണ് 3 ഗുണിക്കണം 4 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ആൻസർ തെളിയിക്കാൻ പറ്റും. 4 + 4 + 4 12 എന്നുള്ളതാണ്. അപ്പൊ അത് അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ 4 + 4 8 ആണെന്നുള്ളത് സമ്മതിക്കോ? ഇങ്ങനെ താഴോട്ട് ചോദിക്കാം. അപ്പൊ അയാൾ അത് സമ്മതിക്കേണ്ടി വരും. അപ്പൊ 8 + 4 12 ആണെന്ന് സമ്മതിക്കോ? ഓക്കെ. ഇങ്ങനെ നമ്മൾ അതിനെ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മൾ തെളിയിക്കാൻ നമുക്ക് കഴിയും. ഇയാൾ 4 + 4 = 8 ആണ് എന്നതും അയാൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങി 4 + 1 5 അല്ലേ, അതും സമ്മതിക്കുന്നില്ല. 1 + 1 = 2 അല്ലേ, അത് എല്ലാവരും അംഗീകരിക്കേണ്ടി വരുമല്ലോ. ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ 2 ആണ് എന്നുള്ളത് ആരും അംഗീകരിക്കേണ്ടി വരുന്നൊരു സത്യമാണ്. അത് കുറെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അത് ഏറ്റവും ബേസാണ്, മാത്തമാറ്റിക്സിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ബേസാണ് 1 + 1 = 2 എന്നുള്ളത്. ഇത് അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? 2 + 1 3 ആണ്. ഇങ്ങനെ 3 ഗുണിക്കണം 40 = 120 ആണ് എന്ന ആ വിഷയത്തിലേക്ക് വരെ എത്തിക്കാൻ പറ്റും. അപ്പൊ 3 ഗുണിക്കണം 40 എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കണക്കാണ്. അതിനെ വിമർശിക്കാൻ ചിലപ്പോൾ ഒന്നുകൂടി എളുപ്പമുണ്ടാകും. അപ്പൊ നമ്മൾ താഴേക്ക് സമർത്ഥിച്ച് വരുമ്പോൾ 1 + 1 എന്നുള്ള ഈ ബേസ് അംഗീകരിക്കുന്ന ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാം? മുകളിലുള്ള കണക്ക് സമർത്ഥിച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാത്തമാറ്റിക്സ് സമർത്ഥിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി 1 + 1 = 2 എന്ന അടിസ്ഥാനമെങ്കിലും അയാൾ അംഗീകരിച്ചിരിക്കണം. അതിനേക്കാൾ ലളിതമായൊരു കണക്ക് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നതുപോലെ ലോകത്തെ കാര്യങ്ങളെയും യുക്തിപരമായ വിഷയങ്ങളെയും ഒക്കെ സമർത്ഥിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യം, ഒരു സംഗതി ചലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നില്ല എന്നത് തെറ്റാണ്. ചലിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ ചലിക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ്. അതാണ് ഇപ്പോൾ ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ചലിക്കുന്നുണ്ട് ചലിക്കുന്നുമില്ല, ഒരു കാര്യം ഒരേ സമയത്ത് അത് ശരിയുമാണ് ശരിയുമല്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അയാളുടെ വർത്തമാനത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യം അംഗീകരിക്കുന്ന ഏതൊരാൾക്കും അള്ളാഹു ഉണ്ട്, പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നത് വരെ എത്തിക്കാൻ പറ്റുന്ന തെളിവിൻ്റെ മെത്തേഡാണ് നമ്മുടെ ഇൽമുൽ കലാമുകളിൽ, നമ്മുടെ കിതാബുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ തെളിവുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം.